റസൂലുള്ളാഹിക്ക് കാഴ്ചവെക്കാൻ നിർദ്ദേശിച്ച സമയത്ത് അത് ചെയ്യാതെ കിടന്നുറങ്ങുന്ന നീ, അത് ചെയ്യാതെ കാരം ബോർഡ് ചൊട്ടുന്ന നീ, അത് ചെയ്യാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നീ, റസൂലുള്ളാഹിക്ക് ഒരു കാഴ്ചവെക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ട് അതിന് നിനക്ക് നേരമില്ല. നിന്റെ കച്ചവടത്തിന്റെ തിരക്കുകൊണ്ട് റസൂലുള്ളാഹിക്ക് കാഴ്ചവെക്കാൻ സമയം കിട്ടുന്നില്ല. നിന്റെ ജോലി തിരക്കുകൊണ്ട് സമയം കിട്ടുന്നില്ല. നിന്റെ ഉറക്കം കൊണ്ട് സമയം കിട്ടുന്നില്ല. നിന്നെ പോലെ ഭാഗ്യം കെട്ടവനാരാണ്? നിന്നെ പോലെ ഭാഗ്യമില്ലാത്തവനാരാണ്? റസൂലുള്ളാഹിക്ക് സലാം പറയേണ്ട സമയത്ത് സലാം പറയാൻ നേരം കിട്ടുന്നില്ല അല്ലേ? നിന്നെ പോലെ ഭാഗ്യമില്ലാത്തവനാരാണ്? പിന്നെ നീ നബിദിനം കഴിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നീ ഔലിയാക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നീ തങ്ങന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നീ മുത്തഅല്ലിമീങ്ങളെ പ്രിയം വെക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഓ മുഅ്മിനായ മനുഷ്യ, ആ കാഴ്ച റസൂലുള്ളാഹിക്ക് വെച്ചത് കൊണ്ട് പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധം വേണോ എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിലുള്ള എല്ലാ സാലിഹീങ്ങളുമായി ബന്ധം വേണം. അല്ലാഹുവിന്റെ സർവ്വ സജ്ജനങ്ങളുമായി ബന്ധം വേണം. ആ ബന്ധമല്ലേ പിന്നെ കാഴ്ചവെക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. അതേ സലാം ഞങ്ങൾക്ക് വേണം, എല്ലാ സാലിഹീങ്ങൾക്കും വേണം, എല്ലാ ഔലിയാക്കൾക്കും വേണം, എല്ലാ സജ്ജനങ്ങൾക്കും കാഴ്ചവെച്ചോളണം. നിസ്കാരം അല്ലാഹനെ ഓർക്കാനാണ്. പക്ഷെ അല്ലാഹനെ ഓർക്കൽ പൂർത്തിയാകണമെങ്കിൽ റസൂലുള്ളാഹിനെ ഓർമ്മിക്കണം. അല്ലാഹനെ ഓർമ്മിക്കൽ പൂർത്തിയാകണമെങ്കിൽ റസൂലുള്ളാഹിനെ ഓർമ്മിക്കണം. റസൂലുള്ളാഹിനെ ഓർമ്മിക്കൽ ശരിയാകണമെങ്കിൽ ഔലിയാക്കളെ ഓർമ്മിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റുള്ളവരും തമ്മിൽ വളരെ അന്തരമുണ്ട്. നിസ്കാരത്തിൽ ആരെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് കാഴ്ചവെക്കുന്നത് വിളിച്ചുകൊണ്ടാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഔലിയാക്കൾക്ക് മുഴുവനും കാഴ്ചവെക്കുന്നത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ നേരിൽ പറയാതെയാണ്. റസൂലുള്ളാഹിനോട് നേരിലാണ് പറയുന്നത്. ഔലിയാക്കളോട് നേരിൽ പറഞ്ഞുകൂടാ. കാരണം നിസ്കാരമാണ്. നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലല്ലാത്തവരോട് സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. അതുകൊണ്ട് സലാം റസൂലുള്ളാഹിന്റെ സലാം അയ്യുഹൻ നബിയ്യു എന്ന റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ടാണ്. ഔലിയാക്കൾക്കുള്ള സലാം അവരെ വിളിക്കാതെ അവർക്കങ്ങ് സലാം ഉണ്ടാകട്ടെ എന്ന് പറയലാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അമ്പിയാക്കൾ ഔലിയാക്കളെ പ്രിയം വെക്കുന്നവർ, റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നവർ അവരുടെ സ്ഥാനം വകവെച്ചു കൊടുത്തേ പറ്റൂ. ആ സ്ഥാനത്തിൽപ്പെട്ട ഒന്നാണ് 5 വഖ്ത് സമയം ബുദ്ധിയും ശുദ്ധിയുമുള്ളവൻ റസൂലുള്ളാഹിനെ വിളിച്ചോളണം, റസൂലുള്ളാഹിക്ക് കാഴ്ചവെച്ചോളണം. വലിയ അയിമ്മത്തിൽ മുസ്ലിമീന വലിയ ആമ്മത്തിഹിം പോരാ. ഇമാമിങ്ങളെ പിന്തുടരണോ വേണ്ടേ? റസൂലുള്ളാഹി പറയുന്നു വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ ഇമാമിങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അതിൽ പെട്ടതാണ് അവരെ പിന്തുടർന്ന് ജീവിക്കുക, അവരുടെ വാക്കുകൾ സ്വീകരിക്കുക. വലിയ ആമ്മത്തിഹിം സാധാരണക്കാർക്ക് അവരോട് അർഹമായ സ്ഥാനവും വകവെച്ചു കൊടുക്കണം. ഇങ്ങനെ ഇമാമിങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ഇമാമിങ്ങളെല്ലാം സന്മാർഗത്തിലേക്ക് നയിക്കുന്നവർ തന്നെ. അവരുടെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ. അവരുടെ മാർഗത്തിലേക്ക് കടന്നു വരുന്നവരാണ് മുത്തഅല്ലിമീങ്ങൾ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഇൽമിനെ പ്രിയം വെക്കുക, മുത്തഅല്ലിമീങ്ങളെ പ്രിയം വെക്കുക, ആലിമീങ്ങളെ പ്രിയം വെക്കുക, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ പ്രിയം വെക്കുക, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതിനെല്ലാം പ്രിയം വെക്കുക. കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ പ്രിയം വെക്കുക. വലിയ ഉമ്മത്തിൽ മുസ്ലിമീൻ
മുസ്ലിമീങ്ങളായ സാധാരണക്കാർക്ക് അർഹമായ സ്ഥാനം അവർക്കും വകവെച്ചു കൊടുക്കണമെന്ന് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ഒരു ചെറിയ ചരിത്രം ബറക്കത്തിന് പറയുന്നു, നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നമുക്കൊന്നായി ദുആ ചെയ്ത് പിരിയണം. എല്ലാവർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, കേരളത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മഹാനായ വലിയായിരുന്നു ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ലാഹ്. മുതഅല്ലിമീങ്ങളുടെ പരിപാടിയാണ്. മുതഅല്ലിമായ കാലത്ത് തന്നെ പഠനത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ, പഠിച്ചതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ജീവിതം. പൊന്നാനിയിൽ മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ദർസിൽ ഓതി പഠിക്കുന്നു. ഉമർ ഖാദി മുതഅല്ലിമാണ്. ഒരു ദിവസം മമ്മിക്കുട്ടി ഖാദിയുടെ പിന്നാലെ നടക്കുന്നു. പലപ്പോഴും പിന്നാലെ നടന്ന് പറയാറുണ്ട്, ഉസ്താദേ, ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും പിടിച്ച് കൈപിടിച്ചുയർത്തളും, ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തളും. സുബ്ഹാനല്ലാഹ്, മമ്മിക്കുട്ടി ഖാദി ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് പോകുമ്പോ പിന്നാലെ നടക്കുന്നു. രാത്രി സമയത്ത് ദർസും കഴിഞ്ഞ് മമ്മിക്കുട്ടി ഖാദി വീട്ടിൽ കിടക്കുമ്പോ പിന്നാലെ ഉമർ ഖാദിയുണ്ട്. ചെറുപ്പക്കാരനായ മുത്തഅല്ലിം, അന്ന് ഖാദിയല്ല, അന്ന് ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമാണ്. കൂടെയുണ്ട്, ഉസ്താദേ, ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തളും. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായന്നവർക്കനുവാദം കൊടുത്തോവർ. ഔലിയാക്കളിലെ മാനേജ്മെന്റ് ഏൽപ്പിച്ചു കൊടുത്ത ചില ആളുകളിലെ അവർക്ക് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്, ഡിസ്മിസ് ചെയ്യാൻ അധികാരമുണ്ട്, കയറ്റം കൊടുക്കാൻ അധികാരമുണ്ട്. മാനേജ്മെന്റ് കിട്ടിയ ചില ആളുകളുണ്ട്. ഇപ്പോഴത് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. സഹോദരന്മാരെ, അതിൽപ്പെട്ട മമ്മിക്കുട്ടി ഖാദിയോട് മുതഅല്ലിമായ ഉമർ ഖാദി പറയുന്നു, ഉസ്താദേ, എന്നെ കൈപിടിച്ചുയർത്തളും, ഔലിയാക്കളെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തളും. ഇത് ആഖിർ സമാനാണ്. 4 മൂത്ത പള്ളിയിലുണ്ടെങ്കിൽ തീർത്തുന്ന ഒഴിവാകുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി അല്പം കുറഞ്ഞു പോയാൽ ഉസ്താദിനോട് പറയാതെ തെറ്റിക്കളയുന്ന കുട്ടികളുണ്ട്. സുബ്ഹാനല്ലാഹ് ജലാലുഹു, വിചാരിച്ച സുഖമില്ലെങ്കിൽ ഇൽമു നിർത്തുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. ഉമർ ഖാദി തങ്ങൾ അധ്വാനിച്ച് പഠിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ അകതാ ഉസ്താദിന്റെ പിന്നാലെ നടന്ന് വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ, ഉസ്താദ്, ഉമറേ, നീ എവിടെ പോകുന്നു? ഉസ്താദേ, ഞാൻ എത്ര കാലമായി പറയുന്ന ഔലിയാക്കളെ വഴിയിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തണം. ഉമറേ, നീ ഇവിടെ നിൽക്കൂ, ഞാൻ വരുന്നു. അമ്മിക്കുട്ടി ഖാദി റഹിമഹുല്ലാഹ് വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്ന് ഉമർ ഖാദിയാകുന്ന മുത്തഅല്ലിം ഒരൊറ്റ നൃത്തം തന്നെ. ആ നൃത്തം നിന്നു. ഉസ്താദ് പറഞ്ഞത് ഇവിടെ നിൽക്കാനാണ്. സമയം അരമണിക്കൂർ കഴിഞ്ഞ്, 1 മണിക്കൂർ കഴിഞ്ഞ്, മണിക്കൂർ 2 കഴിഞ്ഞ്, 3 കഴിഞ്ഞ്, 4 കഴിഞ്ഞ്. സുബ്ഹാനല്ലാഹ്, മമ്മിക്കുട്ടി ഖാദി തഹജ്ജുദ് നിസ്കരിക്കാനേ നേറ്റുപോയി. തഹജ്ജുദ് നിസ്കരിച്ച് കുറെ കഴിഞ്ഞ് സുബ്ഹിയായി പോയി. സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഉമർ ഖാദി മുറ്റത്ത് നിൽക്കുന്നു. എന്താ ഉമറേ, നീ ഇവിടെ നിൽക്കുന്നു? ഉസ്താദ് എന്നോട് ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഉസ്താദ് എന്നോട് ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? നിൽക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല ഉസ്താദേ. ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മാറിപ്പോയിട്ടില്ല ഉസ്താദേ. ഞാൻ നിന്ന നൃത്തം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, മമ്മിക്കുട്ടി ഖാദിയുടെ മറുപടി, ഉമറേ, പരീക്ഷയിലൊക്കെ നീ വിജയം കൈവരിച്ചു പോയി. പരീക്ഷകളിലൊക്കെ വിജയം കൈവരിച്ചവർക്കുള്ളതല്ലേ അത്? സുബ്ഹാനല്ലാഹ്, നീ പരീക്ഷയിലൊക്കെ വിജയം കൈവരിച്ചു പോയി ഉമറേ. ആ ഉമർ ഖാദി തങ്ങൾക്ക് കൊടുത്തു. അതിലേക്ക് ഇപ്പൊ വിവരിക്കാൻ സമയമില്ല. ആ ഉമർ ഖാദി തങ്ങൾ പിന്നെ വളർന്നു, ഉയർന്നു. ആ ഉയർച്ചയിൽ എവിടെ എത്തി സഹോദരന്മാരെ? അതാ ചാവക്കാടിനടുത്ത് വെൺമേനാട് പ്രദേശത്ത് പോയി. വലിയ ആളായതിനു ശേഷം വെൺമേനാട് പ്രദേശത്ത് പോയി. അവിടെ പള്ളിയിൽ, പള്ളി മൈതാനിയുടെ അടുത്തുകൂടി പള്ളിയിലേക്ക് കയറി പോകുമ്പോ ഖബർ കുഴിക്കുന്നത് കാണുന്നു. ആർക്കാണ് ഖബർ കുഴിക്കുന്നത്? അപ്പൊ പറയുന്നത് ഹൈദറൂസ് പാമ്പ് കടിച്ച് മരിച്ചുപോയി, ഹൈദറൂസിന് വേണ്ടി കുഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ ഖാദിയുടെ സ്വന്തം സ്നേഹിതനല്ലേ ഹൈദറൂസ്.
ഉമർ ഖാദി പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചൊരൊറ്റ ദുആ കഴിഞ്ഞുകൊണ്ട് മടങ്ങി വന്നിട്ട് പറയുന്നു, ഖബർ കുഴിക്കുന്നവരോട് ഖബർ വെട്ടണ്ട, ഖബർ കുഴിക്കണ്ട, ഹൈദറൂസ് മരിച്ചിട്ടില്ല, നിർത്തൂ, ഖബർ വെട്ടുന്നത് നിർത്തൂ. അല്ല ഖാദിയാരെ, മരിച്ച വിവരം വന്നിട്ടാണ് ഖബർ കുഴിക്കുന്നത്. ഞാനാ പറയുന്നത് ഖബർ വെട്ടുന്നത് നിർത്തിക്കോളൂ, ഹൈദറൂസ് മരിച്ചിട്ടില്ല. മർക്കാദിയുടെ കൂടെയുണ്ടൊരു ഖാദിമ്, ആലിമീങ്ങൾക്ക് ഖിദ്മത്ത് നടക്കുന്ന ഖാദിമീങ്ങളുണ്ട്. കുഞ്ഞമ്മു എന്നാണ് പേര്. കുഞ്ഞമ്മുവിനെ വിളിച്ചു, കുഞ്ഞമ്മു കൊണ്ട് വാ. കുഞ്ഞമ്മു ഹൈദറൂസിന്റെ വീട്ടിലേക്ക് ഓടിപ്പോണം. ഹൈദറൂസിന്റെ വീട്ടിൽ പോയി പറയാം, ഹൈദറൂസ് മരിച്ചിട്ടില്ല എന്ന് പറയാം, ഹൈദറൂസ് മരിച്ചിട്ടില്ല, മർക്കാദി വരുന്നു എന്ന് പറ, പേടിക്കണ്ട. കുഞ്ഞമ്മു ഒരൊറ്റ ഓട്ടം. ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളോടും സയ്യിദന്മാരോടൊക്കെ വലിയ ആവേശമുള്ള ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ ഒരൊറ്റ ഓട്ടം ഓടിപ്പോയി വിവരം പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പൊ മർക്കാദിക്ക് വലിയ സന്തോഷമായി. മർക്കാദിക്ക് ഒരു സ്വഭാവമുണ്ട്, എന്ത് കിട്ടിയാലും ബൈക്ക് ചെയ്യും, എല്ലാത്തിനും ബൈക്കാണ്. ഒരു ദിവസം പള്ളിയിൽ കയറിയുമ്പോണ്ട് ഒരാട് പള്ളിന്റെ കൊലായി ചേർന്ന് ഓടുന്നു. ഉടനെ പാടി ആടെ ഇവിടെ ഉറങ്ങാൻ പാടില്ല, ഇവിടെ ഉറങ്ങിയാൽ അടിമുജൂബാണ്. എല്ലാത്തിനും ബൈക്കാണ്. ഒരു ദിവസം ഒരു വയസ്സായ ഒരാൾ കൊട്ടടക്ക അങ്ങനെ തിന്നു. കൊട്ടടക്കാന്ന് ഇവിടെ പറയും, ഉണങ്ങി അടക്കങ്ങനെ തിന്നു, വായിൽ പറ്റൂല. മൂപ്പരോടെ തന്നെ പാടിയില്ല, നല്ല പൈങ്ങടക്ക ബിലാറൈബിം വലാ ശക്ക. വായിൽ പല്ലില്ലാത്ത മനുഷ്യ ഒട്ടടക്ക തിന്നണ്ട, നിങ്ങൾക്ക് നല്ല പൈങ്ങടക്കാൻ. അങ്ങനെ എല്ലാറ്റിനും ബൈക്കാണ്. കുഞ്ഞമ്മ ഓടിപ്പോയി വിവരം വന്ന് പറഞ്ഞപ്പോ, വിവരം പോയി പറഞ്ഞു വന്നപ്പോ ഒരൊറ്റ ബൈക്ക്. കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി സജാനു യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനു. കുഞ്ഞമ്മു മഹാന്മാർക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളാണ്. എല്ലാ ശൈത്താനും ജിന്നൊക്കെ കുഞ്ഞമ്മൂരെ പേടിക്കും എന്നാണ് ബൈക്കിന്റെ. കുഞ്ഞമ്മൂവിന് അറബി അറിഞ്ഞൂടാ. കുഞ്ഞമ്മു കേൾക്കുന്നത് കുഞ്ഞമ്മൂ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം ജിന്നു ശൈത്താനും ആ കാദിയാരും നിർത്തിയത്. അപ്പൊ എന്നെ ജിന്നു ശൈത്താനോട് വിളിച്ചതാണോ എന്നൊരു സംശയം കുഞ്ഞമ്മു ദേഷ്യം പിടിച്ചു. അപ്പൊ ചിരിച്ചു, സന്തോഷത്തോടെ ചിരിച്ചു. കുഞ്ഞമ്മൂര് പറഞ്ഞു, നീ ജിന്നു ശൈത്താനാണെന്നല്ല പറഞ്ഞു, നിന്നെ ജിന്നു ശൈത്താൻ പേടിക്കുന്ന പറഞ്ഞത്. ഔലിയാക്കൾക്ക് മാത്രമല്ല, കുറ്റിച്ചാരിയുന്നുകൊണ്ട് ചിലപ്പോൾ ഒരു മുളച്ചു വരല്ലേ. ഔലിയാക്കൾ ഹിദ്മത്തെടുത്ത് പോയിക്കൊണ്ടാവും ചിലപ്പോൾ അവർ. അങ്ങനെ അവിടുന്ന് കുഞ്ഞമ്മൂവിനെയും കൂട്ടി ഹൈദറൂസിന്റെ വീട്ടിലേക്ക് പോയി. ഹൈദറൂസിന്റെ വീട്ടിൽ ചെല്ലും എല്ലാവരും കരയുകയാണ്. നേരെ ചെന്ന് ഹൈദറൂസിന്റെ തലയെടുത്ത് മടിയിലവിടെ വെച്ച് ഒരൽപ്പം വെള്ളം മന്ത്രിച്ചിട്ടങ്ങ് കുറഞ്ഞു. ഹൈദറൂസ് അതാ എഴുന്നേറ്റ് നിൽക്കുന്നു. സബറോടുകൂടി ക്ഷമയോടുകൂടി ഓതിപ്പടിച്ച മുതഅല്ലിമ്. സുബ്ഹാനല്ലാഹ്. ഇപ്പം മാസപ്പറവീന്റെ തർക്കം നടക്കുന്ന കാലമാണ്. വെളിയങ്കോട് മാസം കണ്ടു. ഉമർ ഖാദിക്ക് ബോധ്യപ്പെട്ടു, മാസം കണ്ടത് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോ റമദാൻ ഒന്നായിട്ട് ഓർപ്പിച്ചു. അതിന്റെ നേരിക്കരെയാണ് പൊന്നാനി. പൊന്നാനി ഖാദിക്ക് ബോധ്യപ്പെട്ടില്ല, പൊന്നാനി ഖാദി ഓർപ്പിച്ചതുമില്ല. അന്നായതുകൊണ്ട് തല്ലില്ല. ഇപ്പോഴാണ് തല്ലാവൂ. കാരണം ഇപ്പൊ ഒക്കെ രാഷ്ട്രീയാക്കി, വീടൊക്കെ രാഷ്ട്രീയമാക്കി. ഒരു ഖാദിക്ക് ബോധ്യപ്പെടാം, വേറൊരു ഖാദിക്ക് ബോധ്യപ്പെടാതിരിക്കാം. ഓരോ ഖാദിമാരും അവരവർക്ക് ബോധ്യപ്പെട്ട അനുസരിച്ച് വിളിച്ചോട്ടെ. എന്തിനും സാധാരണക്കാർ തമ്മിലടിക്കണം. മർക്കാദി വിരിച്ചു, പൊന്നാനി ഖാദി വിരിച്ചില്ല. തൊട്ട നാട് ഒരു പുഴന്റെ വ്യത്യാസം. എന്തുണ്ടായി? അങ്ങനെ പൊന്നാനിക്കാർക്കൊരു നോമ്പ് കുറവ്, വെളിയങ്കോട്ടുകാർക്കൊന്ന് കൂടുതൽ. അങ്ങനെ പോയി അവസാനം റമദാനിന്റെ അവസാനത്തെ 10 പൊന്നാനി പള്ളിയിൽ വെളിയങ്കോട് ഉമർ ഖാദിക്ക് ഒരു വഅദുണ്ട്. 10 ദിവസം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ടുള്ള വഅദാണ്. വിത്രിയ ചൊല്ലിയിട്ടതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടുള്ള വഅദ്. അങ്ങനെ വഅദ് പറഞ്ഞു അതാ 29 റമദാൻ 29. അപ്പോ പൊന്നാനിക്കാർക്ക് 28. അന്ന് ഉമർ ഖാദി മാസം കണ്ടില്ല. പിറ്റേ ദിവസം ഉമർ ഖാദിക്ക് 30. അന്നും പൊന്നാനിക്കാര് മാസം കണ്ടില്ല.
സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും 30 കഴിഞ്ഞ് നാളെ പെരുന്നാളാക്കാണ്ട് നിവൃത്തില്ല. പക്ഷേ നാട്ടുകാർക്കാണെങ്കിലോ, നാട്ടുകാർക്ക് 29 ആയിട്ടുള്ളൂ, മാസം കാണാണ്ട് പെരുന്നാളാക്കിക്കൂടാ. പൊന്നാനിയിൽ അത് പറയുന്നത് പറഞ്ഞവരെ എന്തായി മൂപ്പര് ഒരു ദിവസം മുമ്പ് നോമ്പർപ്പിച്ചോണ്ട് നമ്മളെ വേദന വിളിക്കണ്ടാ തീരുമാനിച്ചോ? അതുമില്ല. പൊന്നാനിയിൽ അതല്ലേ ഇൽമിന്റെ കാലം. പൊന്നാനിയിൽ അത് പറയുന്ന ഉമർഖാദിക്കുന്ന 30ാമത്തെ നോമ്പാണ്. പൊന്നാനിക്കാർക്ക് 29ാമത്തെ നോമ്പാണ്. ഉമർഖാദി തങ്ങൾ വേദ പറഞ്ഞ് അങ്ങനെ പകലിപ്പ് വരെ വേദ പറഞ്ഞ് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉമർഖാദിക്ക് പെരുന്നാളല്ലേ. ഉമർഖാദി അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തക്ബീറങ്ങ് തുടങ്ങി. സുബ്ഹാനല്ലാഹ്. പൊന്നാനിയിൽ ചർച്ച ഉമർഖാദി എങ്ങനെ പൊന്നാനിയിൽ തക്ബീറിയല്ലത്, ഇവിടെ ഇങ്ങോട്ട് പോയി ചൊല്ലിക്കോട്ടെ. ഇവിടുന്ന് എങ്ങനെ മൂപ്പര് തക്ബീറിയല്ലേ? ഇവിടെ 29 ഇവിടെ മാസം കണ്ടിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ചർച്ചയുണ്ടെന്നറിഞ്ഞ ഉമർഖാദി തങ്ങൾ പൊന്നാനി പള്ളിയിൽ നിന്നൊരൊറ്റ വലിയ ജനങ്ങളെ ഇന്ന് മാസം കണ്ടിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? വരൂ എന്റെ കൂടെ മുറ്റത്തേക്ക്. ആളുകളെയും കൂടി മുറ്റത്തിറക്കിയിട്ട് ചൂണ്ടിയങ്ങ് കാണിച്ചിട്ട് നോക്കൂ, അതാ മാസം ഉദിച്ചതായി കാണുന്നു. പ്രശ്നമതോടെ തീർന്നുപോയി. ആ ഉമർഖാദിതങ്ങൾ സഹോദരന്മാരെ ചൊല്ലിയത് കണ്ടില്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദാ ശരീഫിന്റെ അടുക്കലങ്ങ് ചെന്നിട്ട് സ്നേഹത്തോടെ അങ്ങ് ചൊല്ലുന്നു, യാ ഖുറമൽ ഖുറമ അലാ അഹ്താബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും അർജുൽ അലാ البكاء ببابكم والدمع من عينيه سال سجيما. ഔദാര്യം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും കൊടുക്കുന്ന നബിയേ, മാന്യന്മാരിൽ മാന്യനായ നബിയേ, ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്യുന്ന നബിയേ, തങ്ങളുടെ ഈ തങ്ങൾ കിടക്കുന്ന റൂമിന്റെ വാതിലിന്റെ പടിക്കലിതാ പാവപ്പെട്ട വെളിയങ്കോട്ടുകാരൻ ഉമർ വന്ന് നിൽക്കുന്നു. എന്തിനാണ് ഉമർ ഇവിടെ വന്നതെന്നറിയോ? തങ്ങളെ സമീപത്ത് വെളിയങ്കോട്ടുകാരൻ ഉമർ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് അധ്വാനിച്ച് തങ്ങളെ പടിവാതിൽക്കൽ വന്നത്. തങ്ങളെ പടിവാതിൽക്കൽ വന്നിട്ട് സാധുവായ ഉമർ ഒന്ന് കരഞ്ഞാൽ തങ്ങൾ എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ച് വന്നതാണ് നബിയേ. സലമിൻ ഐനൈനി ലകിന്നഹു യജരി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റമീബാ. നബിയേ, ഇപ്പാവപ്പെട്ട ഉമറിനാ വന്നിട്ട് അക്കയുടെ പടിവാതിൽക്കൽ നിന്നപ്പോ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒലിച്ച് ഉമറിന്റെ കണ്ണിലുള്ള വെള്ളം കവിൾത്തടത്തിലൂടെ ഒലിക്കുന്ന നബിയേ. ഇപ്പോഴും കവിൾത്തടത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ് നബിയേ. വേറെ ഒന്നും കൊണ്ടല്ല, സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റമീബാ. സർവ മനുഷ്യരുടെയും ജിന്നുകളുടെയും സർവ സൃഷ്ടികളുടെയും നേതാവായ അങ്ങേ കൽബിന്റെ അടിത്തത്തിൽ പ്രിയം വെച്ചിട്ടാണ് നബിയെ, സ്നേഹിച്ചിട്ടാണ് നബിയെ. ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൗദാ ശരീഫിന്റെ പൂട്ടിവെച്ചിട്ടുള്ള വാതിൽ ഓട്ടോമാറ്റിക്കായി അങ്ങ് തുറന്നുപോയി. എന്റെ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹം,
ആ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക, സുന്നത്ത് ജമാഅത്തിൽ ഹഖിന്റെ മേൽ യോജിച്ചു നിൽക്കുക, സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന നബിതങ്ങളുടെ കുടുംബങ്ങളായ സാദാത്തുക്കളെ സ്നേഹിക്കുക, ആദരിക്കുക, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആലിമീങ്ങളെ പ്രിയം വെക്കുക, സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന ഉസ്താദുമാരെ പ്രിയം വെക്കുക. ബഹുമാനപ്പെട്ട ഉള്ളാൾത്തങ്ങൾ അല്ലാഹുവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ടവരെ പോലുള്ള സാദാത്തീകൾ, അതേ സാദാത്തീകളെ സ്നേഹിക്കുക, ആദരിക്കുക. ഞാൻ ഇവിടെയുള്ള കുമ്പോലിലുള്ള സാദാത്തീകളോട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരികളും സാധുവായ എനിക്ക് വേണ്ടി മാത്രം പോരാ, ഈ സദസ്സിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് വേണ്ടി ബീഹാറിലേക്ക് പാറ്റ്നയിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതിനാൽ പോകുന്ന സമയത്ത് വളരെ പേടിയോട് ബേജാറോട് തങ്ങൾ എന്ത് വിചാരിക്കും, നീ പറയണം മുഴുവൻ വിഷയങ്ങളുമെന്ന് എന്നെ ഏൽപ്പിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് വേണ്ടി പാറ്റ്നയിലേക്ക് പോകേണ്ടി വന്ന എന്റെ എല്ലാമായ എനിക്ക് വാത് പഠിപ്പിച്ചു തന്ന, ഇവിടെ പറഞ്ഞ വാതിലും എല്ലാ വാതിലും എനിക്ക് പൊരുത്തം തന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടുത്തെ ദീർഘായുസ് കൊണ്ട് അല്ലാഹു ദീനിന് ഇസ്സത്ത് നൽകട്ടെ. ഞാൻ ഇവിടെയുള്ള സാദാത്തുക്കളോട് അവിടുത്തെ ഒരു എളിയ ശിഷ്യൻ എന്ന നിലക്ക് പറയുന്നു, ഇവിടെ സാദാത്തുക്കളോട് ബഹുമാനവും ആദരവും ഒരൽപ്പവും കുറഞ്ഞതിന്റെ പേരിലല്ല, നിർബന്ധ ആവശ്യത്തിനു വേണ്ടി പോകേണ്ടി വന്നത് വളരെ പേടിയോട് ബേജാറോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സയ്യിദന്മാരോട് നീ പറയണം, നീ കാര്യം ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സാദാത്തുക്കളോട് പറയുന്നു, ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ഞങ്ങളുടെ ശിഷ്യന്മാർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർക്കും അഹ്ലു ബൈത്തിനെ വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയും ഇല്ല. അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കാതെ ഞങ്ങൾക്കൊരു പ്രവർത്തനവും ഇല്ല. ആലിമീങ്ങളെ പ്രിയം വെക്കാതെ ഞങ്ങൾക്ക് പ്രവർത്തനം ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ദുന്യവിയും മുഖ്റവിയുമായ വിജയത്തിൽ സർവ്വ സാദാത്തുക്കളും ആലികളും എല്ലാ സയ്യിദന്മാരുടെയും പൊരുത്തം ഞങ്ങൾക്ക് വേണം. എല്ലാ മുതഅല്ലിമീങ്ങളെയും ദുആ ഞങ്ങൾക്ക് വേണം. എല്ലാ ആലിമീങ്ങളുടെയും ദുആ ഞങ്ങൾക്ക് വേണം. എല്ലാ പ്രായം ചെന്ന കാരണവന്മാരുടെയും ഉമ്മമാരുടെയും ദുആ ഞങ്ങൾക്ക് വേണം. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്യുന്ന ചെറിയ ഖിദ്മത്തുകൾ അല്ലാഹു തആല ഖബൂൽ ചെയ്യണം. അത് സാലിഹീങ്ങളെ കൂടെ അഹ്ലു ബൈത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കുള്ളിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു വഴിയായി അല്ലാഹു ഖബൂൽ ചെയ്തു കിട്ടണം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ പടച്ച റബ്ബ് ഖബൂൽ ചെയ്ത പ്രവർത്തനങ്ങളാക്കി തരുമാറാകട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങളെ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളായി, ആലിമീങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാനെന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അതു ഇൻഷാ അല്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين.